അപ്പോൾ ഇന്ന് എനിക്കൊരു കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. അപ്പോൾ കൈകൊട്ടി കളിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. കണ്ണ് എഴുതിയിട്ടുണ്ട്, എന്നാലും കുറച്ച് കുറവാന്ന് തോന്നിയിട്ട് ഒന്നും കൂടി കംപ്ലീറ്റ് ആക്കുന്നതാണ് കേട്ടോ. ബാക്കി എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ പോയി കിടക്കുക. 2 ദിവസം വീക്കെൻഡ് ഫുള്ള് പരിപാടി കാരണം സൗണ്ടൊക്കെ ഒട്ടുമില്ല, ആ ഒരവസ്ഥയിലാണ്. പിന്നെ മക്കളെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മക്കളെ റെഡിയാക്കി അവർക്ക് ഞാൻ അതിൻ്റെ തലേദിവസം ഡാണ്ടിയ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പിന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടി തുറന്നപ്പോൾ ഒരു കേൾ ഇഫക്റ്റായി. അപ്പോൾ അത് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവരത് ഊരണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അമ്മ അത് വേണ്ട, അമ്മ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം എന്നും പറഞ്ഞിട്ട് ആ ഒരു മുടി വെച്ചിട്ടായിരുന്നു നടപ്പ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ പരിപാടിയിൽ നമുക്ക് ആകെ കൈകൊട്ടി കളി മാത്രമേ കളിക്കണ്ടൂ. ഇതൊരു അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളെ കൈകൊട്ടി കളി പഠിപ്പിച്ച ടീച്ചർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ. അപ്പോൾ ഞങ്ങളവിടെ പോയി ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതവിടുത്തെ പൂക്കളും അവിടുത്തെ ബാക്ക് ഡ്രോപ്പായിരുന്നു. എൻട്രൻസിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇതാണ് അസോസിയേഷൻ. ഇവരുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ കൈകൊട്ടി കളി കളിക്കാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോന് പോസ്റ്റ് കൊടുക്കണ്ട. അപ്പോഴേക്കും ഹസ്ബൻഡ് അതിൻ്റെ ഇടയിൽ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കേണ്ടത് നമ്മൾ അറിഞ്ഞില്ല. ഇതൊക്കെ ഫോട്ടോ അങ്ങനെ. നമുക്ക് മുടി ഇങ്ങനെ പിന്നി മെടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുടി ഓൾറെഡി ലോങ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോന് പോസ്റ്റ് ചെയ്യലും പരിപാടി. ഇത് ഞങ്ങളുടെ ഡാൻസിൻ്റെ ഒരു ചെറിയ ഗ്ലിംസാണ് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതാണ് എന്നെ കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ ഞാനിനി ഇത് റീലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നടക്കുന്നതില്ലേ മനസ്സിലായോ എന്നുള്ള പാട്ടിൻ്റെ അതിൻ്റെ റീലെടുക്കലായിരുന്നു. അതൊരു രസം. അങ്ങനെ അത് എൻജോയ് ചെയ്തു. പിന്നെ ഇതവിടുത്തെ അടുത്ത ഫോട്ടോയിൽ നമ്മൾ അവിടുത്തെ കോർഡിനേറ്ററാണ് ഞങ്ങളുടെ കൂടെ. പിന്നെ ലാസ്റ്റ് സദ്യ കഴിച്ചു, വൈൻഡപ്പ് ചെയ്തു, അത്ര തന്നെ. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇവൻ്റായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ്. താങ്ക് യു.